തൃശൂർ വടക്കാഞ്ചേരിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിലെത്തിച്ച സംഭവത്തിൽ കോടതി ഇടപെടലിന് ശേഷവും മുഖംമൂടി മാറ്റാൻ കൂട്ടാക്കാതെ പോലീസ്. KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കി തിരികെ കൊണ്ടുപോകുമ്പോഴും മുഖംമൂടി അഴിച്ചില്ല. പോലീസ് നിലപാടിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, DCC പ്രസിഡന്റൊക്കെ പരസ്യമായി തന്നെ ഈ ഉദ്യോഗസ്ഥനെതിരെ വലിയ വിമർശനമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലും പോലീസിനൊരു കുലുക്കവുമില്ല. ഈ തരത്തിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും രുചീഷ്, കോൺഗ്രസിൻ്റെയോ DCC പ്രസിഡന്റിൻ്റെയോ വിമർശനങ്ങളോ പ്രതിഷേധങ്ങളോ അല്ല, മറിച്ച് കോടതി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുകയും സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് വിശദീകരണം ചോദിക്കുകയും തിങ്കളാഴ്ച രാവിലെ നേരിട്ട് കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ആ സംഭവത്തെ തുടർന്ന് നടപടിയെടുത്തിട്ടും അല്ലെങ്കിൽ കോടതി ഇടപെടലുണ്ടായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു കുലുക്കവും ഇല്ല എന്നുള്ളതാണ് ഈ സംഭവത്തെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് രാവിലെ ഇതേ നിലയിൽ കുട്ടികളെ ഭീകരവാദികളെ പോലെ മുഖംമൂടി ധരിപ്പിച്ചുകൊണ്ട് കൈവിലങ്ങുകൾ അണിയിച്ചുകൊണ്ട് കോടതിയിൽ എത്തിച്ചത്. ഇതിനെതിരെ ആ സമയത്ത് തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് നടപടിയെ ചോദ്യം ചെയ്തെങ്കിലും അതിന് മറുപടി നൽകാതെ ഇവരെ ഈ നിലയിൽ തന്നെ കോടതിയിൽ എത്തിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കോടതി ഇടപെടുന്നത്. വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KU ഷാജഹാനോട്, അതായത് വടക്കാഞ്ചേരി പോലീസിലെ CI ആയിട്ടുള്ള ഷാജഹാനോട് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് പ്രതികളെ കോടതിയിൽ എത്തിച്ച പോലീസുകാർ പറഞ്ഞത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഇവരെ കോടതിയിലേക്ക് ഇങ്ങനെ മുഖംമൂടി ധരിപ്പിച്ച് എത്തിച്ചത് എന്നുള്ളതാണ് കോടതിക്ക് നൽകിയ വിശദീകരണം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. പക്ഷേ കോടതി നിർദ്ദേശം നൽകിയതിന് ശേഷവും തിരികെ ഈ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. വധശ്രമ കേസാണ്, വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നുണ്ടായ അടിപിടി കേസിൽ റിമാൻഡ് ചെയ്യുകയും റിമാൻഡ് ചെയ്ത് ഇവരെ കോടതിക്ക് പുറത്തിറക്കുമ്പോഴാണ് ഇതേ നിലയിൽ മുഖംമൂടി ധരിപ്പിച്ച് വീണ്ടും ഇവരെ ജയിലിലെത്തിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് കോടതി ഇടപെടൽ ഉണ്ടായതിനു ശേഷവും ഇത്തരം നടപടി സ്വീകരിച്ച പോലീസിനെതിരെ പ്രതിഷേധവുമായി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ സംഘടിക്കുകയും പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. എന്നിട്ടും ഈ മുഖംമൂടി മാറ്റാനുള്ള നടപടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇതേ നിലയിലാണ് പിന്നീട് അവരെ ജയിലിൽ തുടരുക. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അനിലക്കര ചേരുകയാണ്. അനിലക്കര, ഇത്തരത്തിൽ ഒരു മുഖംമൂടി ധരിച്ച് കൊണ്ടുപോകുന്നതിനെ കോടതി പോലും വിമർശിച്ച അതിന്റെ നടപടികളിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് പോയിട്ടും അതിൽ ഒരു മാറ്റവുമില്ല. തിരിച്ചു കൊണ്ടുപോകുമ്പോഴും ആ KSU നേതാക്കളെ മുഖംമൂടി ധരിച്ച് തന്നെയാണ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയത്. അല്ല, ഞാൻ ഈ ഷാജഹാൻ എന്ന് പറയുന്ന ഉണ്ടായി. ഞാൻ വളരെ ദോഷമായ ഭാഷയിൽ പറഞ്ഞു, എന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൊണ്ടുപോയത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നല്ല. നിങ്ങൾ ഇതിനു മുമ്പ് അവിടെ SFIക്കാരും അതുപോലെ തന്നെ മറ്റു പാർട്ടിക്കാരും ഇതിന് മുമ്പുള്ള KSUകാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവരെ ആരും തരത്തിൽ ചെയ്തിട്ടില്ല. നിങ്ങൾ വൈരാഗ്യം തീർച്ചയാണെന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനം ഞാൻ അത് നേരിട്ട് തന്നെ പറഞ്ഞു. ഞാനിപ്പോ തന്നെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുക്കും. കാരണം ഇദ്ദേഹം SFI ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് പറഞ്ഞ കുടുംബത്തെ സുഹൃത്തിനായി മർദ്ദിച്ചത്. അപ്പൊ ഇയാൾ ഇവിടുത്തെ UDF പ്രവർത്തകരോട്, KSU പ്രവർത്തകരോട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ വലിയ രീതിയിൽ പ്രതികാര മനോഭാവത്തോട് കൂടി തോന്നുന്ന ഇയാൾക്ക് ഒരു മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളോ നീതിയോ നിർവചനങ്ങളോ ഒന്നും ബാധകമില്ലാത്ത രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ സമരങ്ങൾ നടക്കും. ഇന്ന് അനിലക്കര, ഈ വിഷയത്തിൽ കോൺഗ്രസ് വീണ്ടും പ്രതിഷേധം തുടരും എന്നാണോ? കാരണം ഈ കൊണ്ടുപോകുമ്പോഴൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അവിടെ തടിച്ചുകൂടി പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. തുടർന്നും ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുമോ? വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കും ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കും ഒക്കെ മാർച്ചുകൾ നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ നേരിട്ട് മനുഷ്യാവകാശ കമ്മീഷനിലും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയും സമീപിക്കാൻ പോവുക. ഉദ്യോഗസ്ഥൻ ഈ വിഷയത്തിൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മളത്തെ ശുചിത്വത്തിന്റെ കണ്ട ഉദ്യോഗസ്ഥനാണ്. യാതൊരു നടപടി അനിലക്കരയുടെ ഫോൺ കണക്ഷനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് കരുതുന്നു. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകും, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് കോൺഗ്രസ് നേതാവ് അനിലക്കര വ്യക്തമാക്കുന്നത്. ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, കോൺഗ്രസ് എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കുന്നത്.
തൃശൂർ വടക്കാഞ്ചേരിയിലാണ് KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ എത്തിച്ച സംഭവത്തിൽ വലിയ വിവാദമുണ്ടായി. പക്ഷേ കോടതി ഇടപെടലിന് ശേഷവും മുഖംമൂടി മാറ്റാൻ പോലീസ് കൂട്ടാക്കിയില്ല. KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കി തിരികെ കൊണ്ടുപോകുമ്പോഴും മുഖംമൂടി അഴിക്കാതെയാണ് പോലീസ് കൊണ്ടുപോയത്. പോലീസ് നിലപാടിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ വലിയ തരത്തിൽ പ്രതിഷേധം ഉണ്ടാക്കി. വാഹനം തടഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്.